ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കാര്യമായ മാറ്റങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് മേലിലുള്ള സമ്മർദ്ദം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. അത്രയേറെ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ആരാധകരിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒന്ന് രണ്ട് സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ പഞ്ചാബ് FC-യുടെ നിഖിൽ പ്രഭുവിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അന്ന് അത് ഫലം കാണാതെ പോവുകയായിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലും അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷനിലും കളിക്കുന്ന താരമാണ് നിഖിൽ പ്രഭു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ആവശ്യമുണ്ട്. കാരണം ജീക്സൺ സിംഗ് ക്ലബ്ബ് വിട്ട സ്ഥാനത്തേക്ക് പകരം ആരെയും കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. ആ സ്ഥാനത്തേക്ക് നിഖിലിനെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രമുഖ ഇന്ത്യൻ ഫുട്ബോൾ പത്രപ്രവർത്തകനായ ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ആ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക. മറ്റൊരു പഞ്ചാബ് താരമായ അഭിഷേക് സിംഗിന്റെ കാര്യവും ഇതിന് സമാനമാണ്. അഭിഷേകിനെയും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ മാർക്കറ്റിൽ ലഭ്യമായിരിക്കും. ഈ രണ്ട് താരങ്ങളെയും സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നാണ് ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേവലം 19 വയസ്സ് മാത്രമുള്ള താരമാണ് അഭിഷേക് സിംഗ്. റൈറ്റ് വിങ് ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിങ് ബാക്ക് പൊസിഷൻ ഇപ്പോൾ വളരെയധികം ദുർബലമാണ്. അതുകൊണ്ടാണ് ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ബംഗളൂരു FC-യുടെ താരമായ നംഗ്യാൽ ഡൂട്ടിയ വരുന്ന ജനുവരിയിൽ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നു എന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ്. ഏതായാലും പഞ്ചാബിലെ ഈ രണ്ട് താരങ്ങളെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.